വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, തീപാറും പോലെ വളരെ വേഗത്തിൽ ആവശ്യം പുലരാൻ നിങ്ങളെ എല്ലാവരെയും സഹായിക്കുന്ന, ചൊല്ലാൻ വളരെ എളുപ്പമുള്ള, അശുദ്ധി സമയങ്ങളിൽ പോലും സ്ത്രീകൾക്ക് ചൊല്ലാൻ പറ്റുന്ന, വേഗത്തിൽ ആവശ്യം പൂവണിയിക്കുന്ന ഒരു ചെറിയ ദിക്റാണ് ഇന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് വെരി എഫക്റ്റീവ് ആൻഡ് പവർഫുള്ളായ ദിക്റാണ്. നീട്ടി വലിച്ചു വാരി പറയാതെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു വ്യക്തമാക്കി തരാം. വീഡിയോ ശ്രദ്ധിച്ചു കാണുക. അള്ളാഹുവിന്റെ മഹത്തായ ഒരു നാമമാണ് യാ സ്വമദു യാ അല്ലാ, യാ സ്വമദു യാ അല്ലാ എന്നത്. ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു നാമമാണിത്. യാ സ്വമദു എന്നാൽ ആരെയും ആശ്രയിക്കാത്തവൻ എന്നാണ് അർത്ഥം. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഇഖ്ലാസിലെ 2ാമത്തെ ആയത്തായ അല്ലാഹു സ്വമദ് എന്ന ദിക്റാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. തീപാറും പോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ ദിക്ർ കൊണ്ട് പുലരും ഇൻഷാ അല്ലാഹ്. ചൊല്ലേണ്ട രൂപം പറയാം. ആദ്യം 11 തവണ നിങ്ങൾക്ക് അറിയാവുന്ന സ്വലാത്ത് മുത്തുനബി തങ്ങളുടെ പേരിൽ ചൊല്ലുക. ശേഷം അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദ് എന്നിങ്ങനെ ഈ ദിക്ർ 1000 തവണ ചൊല്ലുക. 1000 തവണ ചൊല്ലുക. ശേഷം 11 തവണ മുത്തുനബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, 10-15 മിനിറ്റ് ചിലവാക്കിയാൽ ഈ ദിക്ർ വളരെ എളുപ്പത്തിൽ നമുക്ക് 1000 തവണ ചൊല്ലാൻ കഴിയും. ദിവസത്തിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സമയം ചൊല്ലിയാൽ മതിയാകും. ഒറ്റ ഇരിപ്പിന് തന്നെ ചൊല്ലി തീർക്കണമെന്നില്ല. എന്നാൽ ഒരുമിച്ച് ഒറ്റ സമയം ചൊല്ലി തീർക്കലാണ് ഏറ്റവും നല്ലത്. അല്ലാഹു സ്വമദ് എന്ന് ചൊല്ലുമ്പോൾ സ്വാദ് എന്നത് സീൻ ആയി അല്ലാഹു സമദ്, അല്ലാഹു സമദ് എന്ന് ചൊല്ലിപ്പോകരുത്. സ്വാദും സീനും രണ്ടും രണ്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 5 വഖത്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുകയും ചെയ്യുക. ചൊല്ലിക്കഴിഞ്ഞ ഉടനെ ദുആ ചെയ്യുമ്പോൾ മുത്തുനബി തങ്ങളുടെ പേരിൽ ചൊല്ലിയതിന്റെ പ്രതിഫലം ഹദിയ ചെയ്യുകയും ചെയ്യുക. ഇഖ്ലാസോടെ ചൊല്ലുക. പോസിറ്റീവ് മൈൻഡോടെ ചൊല്ലുക. അർത്ഥം അറിഞ്ഞ് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഈ ദിക്റിന്റെ ബർക്കത്ത്